നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ പ്രൊഡക്റ്റ് ഫാൻ ആയിരിക്കും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഫാൻ മേഖലയിൽ ഒരു പുതിയ പേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. BLDC, ബ്രഷ്ലെസ് DC മോട്ടറാണ്. അതായത് AC-നെ DC ആക്കുന്ന ബ്രഷ്ലെസ് മോട്ടറാണ്. നമ്മുടെ ട്രഡീഷണൽ ഫാൻസിൽ ഇതൊരു മെക്കാനിക്കൽ ബ്രഷസ് കൊണ്ടാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. എന്നാൽ ഈ ബ്രഷ്ലെസ് DC മോട്ടറിൽ കുറേ കൂടി എഫിഷ്യൻ്റ് ആണ്. കാരണം ബ്രഷസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം എഫിഷ്യൻ്റ് ആണ്. എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി കൺസപ്ഷനും വളരെ കുറവാണ്. അതുകൂടാണ്ട് തന്നെ ഇത് വളരെയധികം റിലയബിൾ ആണ്. അപ്പോൾ ഓവറോൾ BLDC ഫാൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു പാക്കേജാണ്. കൺസപ്ഷൻ കുറവാണ്, റിലയബിലിറ്റി ഉണ്ട്, അതേപോലെ നല്ല സ്റ്റൈലിഷ് മോഡലും നല്ല അധികം എയർ ഡെലിവറിയും കൂളിങ്ങും തരുന്ന ഒരു ഫാനാണ് BLDC. അപ്പോൾ BLDC ഫാൻസിൽ എങ്ങനെയാണ് നമുക്ക് കൺസപ്ഷൻ കുറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രഡീഷണൽ ഫാൻ, ഒരു പഴയ ഫാനാണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു 70 to 80 വോട്ടാണ് ആവറേജ് കൺസപ്ഷൻ വരുന്നത്. എന്നാൽ BLDC ഫാനിലേക്ക് വരുമ്പോൾ നമുക്ക് അതൊരു 28 to 35 വോട്ടിലേക്ക് കുറയാണ്. അപ്പോൾ ട്രഡീഷണൽ ഫാനിൽ നിന്ന് BLDC ഫാനിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല ഒരു ഇലക്ട്രിസിറ്റി സേവിങ്സ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ സേവിങ്സ് വരുന്നത് നമ്മളറിയാലോ. നമുക്ക് ഫാന് നമ്മൾ വീട്ടിൽ സാധാരണ ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മണിക്കൂർ ദിവസം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ സേവിങ്സ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു സൈസബിൾ എമൗണ്ട് വരുന്നതാണ്. എന്നാൽ നമ്മൾ ഒരു റിലേറ്റീവ്ലി ന്യൂവർ ഫാൻ യൂസ് ചെയ്യണമെങ്കിൽ അത് അറൌണ്ട് 40 to 50 വാട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ വലിയ സേവിങ്സ് ഇല്ല, എന്നാലും സേവിങ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും BLDC ഫാനുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഇലക്ട്രിസിറ്റി സേവിങ്സ് ആണ് കിട്ടുന്നത്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് BLDC ഫാനിൻ്റെ എന്താ വെച്ചാൽ ഈ വോൾട്ടേജ് കുറവായതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻവെർട്ടറിലൊക്കെയാണ് ഫാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മൾ കറണ്ട് പോയി നമ്മൾ ഇൻവെർട്ടറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ട്രഡീഷണൽ ഫാനിനേക്കാളും ഒരുപാട് റണ്ണിങ് ടൈം കിട്ടും. അതായത് നമ്മൾ ഇൻവെർട്ടറിൽ ഫാൻ റൺ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഫാനിൽ ഒരു 5 മണിക്കൂർ കിട്ടിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ, അതായത് ട്രഡീഷണൽ ഫാനിൽ ഒരു 5 മണിക്കൂർ കിട്ടിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ, എന്നാൽ BLDC ഫാനിൽ അത് 8 to 12 മണിക്കൂർ വരെ നമുക്ക് അഡീഷണൽ അവേഴ്സ് കിട്ടും, സെയിം ബാറ്ററിയും സെയിം ഇൻവെർട്ടർ വെച്ച്. അപ്പോൾ അതും ഡെഫിനറ്റ്ലി നല്ലൊരു സേവിങ്സ് ആണെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം നമ്മൾ കറണ്ട് പോയാലും നമുക്ക് കുറേയും കൂടി ടൈം അഡീഷണൽ ഈ ഫാൻ കൊണ്ട് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലുള്ള നല്ലൊരു ഓപ്ഷനാണ് ആറ്റംബർഗിൻ്റെ റെനേസ എലീറ്റ് എന്ന് പറഞ്ഞ BLDC ഫാന്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ആറ്റംബർഗിൻ്റെ റെനേസ എലീറ്റ് ആണ്. ഇത് റിമോട്ട് കൺട്രോൾ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നല്ല എഫിഷ്യൻ്റ് ആണ്, അതേപോലെ നല്ല കൂളിങ്ങും തരുന്ന ഫാനാണ്, അതേപോലെ നല്ല റിലയബിളും ആണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങളൊരു ഫാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തവണ BLDC ഫാനിലേക്ക് പോകാൻ നല്ല ഒരു ഇലക്ട്രിസിറ്റി സേവിങ്സും നമുക്ക് സ്വന്തമാക്കാം.